Dear students, welcome to SS Physics Tips. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന കാറ്റ് എൻട്രൻസ് എക്സാം ബിടെക് ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കുള്ള എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. 2021 ചോദിച്ച ക്വസ്റ്റ്യനിലെ 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. So we can go with the next question, number 60. കഴിഞ്ഞ വർഷങ്ങളുടെ ഒരു ടോട്ടലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തിയറി കണ്ടന്റ് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാറ്റ് എൻട്രൻസ് എക്സാമിന് ബിടെക്കിന് വേണ്ടി ചോദിക്കുക. അതുകൊണ്ട് തന്നെ തിയറി വളരെ ഗ്രാസ് റൂട്ടിൽ അറിയാനും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനുകൾ പഠിക്കുവാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. സോ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 16. An ideal gas undergoes a thermodynamic process such that dW is 0, dQ is less than 0. Then for the gas, നമ്മളൊരു തെർമോഡൈനമിക് പ്രോസസ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. That is based on the conservation of energy. അപ്പൊ സ്വാഭാവികപരമായിട്ടും അവിടെ വരുന്ന ഇക്വേഷൻ നമ്മുടെ മനസ്സിലെ dQ എന്ന് പറയുന്ന amount of energy, the heat energy, that is used to increase the internal energy plus that work done dW. ഇതാണ് ജനറലൈസ് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. അവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് dW 0 ആണ്, വർക്ക് അവിടെ ചെയ്യുന്നില്ല എന്നുള്ള കോൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ dQ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവ് ആണ്. അവിടെ നമ്മുടെ കൺവെൻഷൻ ബേസ് ചെയ്തിട്ട് എപ്പോഴാണ് dQ പ്ലസ് ആകുന്നത്, എപ്പോഴാണ് dQ നെഗറ്റീവ് ആയിട്ട് മാറുക. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി നമ്മൾ സപ്ലൈ ചെയ്താൽ സിസ്റ്റം എനർജി സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ടേക്ക് ദാറ്റ് പോസിറ്റീവ് സൈൻ. ആൻഡ് ആ സിസ്റ്റത്തിൽ നിന്ന് എനർജി പുറത്തള്ളുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ നമുക്ക് dQ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് പറയാം. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ dW 0 ആയി മാറുമ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് dQ എന്ന് പറയുന്നത് du ആയിരിക്കണം. അപ്പൊ അവിടെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ dQന്റെ സൈൻ നമുക്ക് തന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് dQ ആയിട്ട് അത് മാറുന്നു. എന്താണ് മൈനസിന്റെ dQന്റെ അർത്ഥം? ദാറ്റ് മീൻസ് ദാറ്റ് എനർജി ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ ദ സറൗണ്ടിങ്സ് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്ന് എനർജി പുറത്തേക്കെടുക്കുന്നു എന്നാണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഡിക്രീസസ് എന്നൊരു മീനിങ്ങിലേക്ക് വന്നു. നമുക്കറിയാം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇന്റേണൽ എനർജി ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ് എന്നാണ്. സോ ബൈ യൂസിങ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് വി ക്യാൻ ഗെറ്റ് ദ ആൻസർ ആസ് ദ ഫസ്റ്റ് ചോയ്സ്. സോ ഓർക്കുക, നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് പറയുന്നത് dQ is equal to du plus dW ആണ്. ഇവിടെ വർക്ക് ഡൺ 0 ആയിട്ട് മാറുന്നു. ഇന്റേണൽ നമ്മുടെ dQ, അവിടുത്തെ ഹീറ്റ് എനർജി ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നാണ് മൈനസ് dQവിന്റെ ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ ഇന്റേണൽ എനർജി ഷുഡ് ഡിക്രീസ് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ടെമ്പറേച്ചർ ഷുഡ് ഡിക്രീസ്. സോ വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് ചോയ്സ് as the answer. Optical fibers transmit light signals from one place to another place by നമ്മുടെ ഒപ്റ്റിക്കലിലെ റിഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ബേസ്ഡ് ഓൺ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദാറ്റ് ഈസ് ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അവിടുത്തെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ സപ്പോസ് നമ്മുടെ ഒരു റെയറർ മീഡിയം ആണെന്നിരിക്കട്ടെ, ഇതൊരു ഡെൻസർ മീഡിയം ആണെങ്കിൽ എപ്പോഴും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ അതിൽ ബേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വന്നു വീഴുന്ന റേ ഓഫ് ലൈറ്റ് അത് മൂവ് ചെയ്യുന്നത്
ഡെൻസർ ടു റെയറർ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് ആദ്യം ഒരു ലൈറ്റ് റേ പാലിക്കേണ്ടത്. ഡെൻസർ ടു റെയറർ കോൺസെപ്റ്റ്. രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് അവിടെ വന്നു വീഴുന്ന റേസിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താകണം? അവിടെ വന്നു വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ ആംഗിളിന്റെ പ്രത്യേകത? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ ആംഗിളിന്റെ കേസ് വരുമ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ക്രിട്ടിക്കൽ ആംഗിളിലാണ് വന്നു വീഴുന്നതെങ്കിൽ അവന്റെ റിഫ്രാക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്നാണ്. അപ്പൊ അതിനേക്കാൾ കൂടിയ ആംഗിളിലായിരിക്കണം വന്നു വീഴുക എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് റേ ഈസ് ടോട്ടലി ഇന്റേണലി റിഫ്ലക്റ്റഡ് ബൈ ഒബൈങ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ആ മീഡിയത്തിലേക്ക് തന്നെ, ആ ഡെൻസർ മീഡിയത്തിലേക്ക് തന്നെ റേ ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന കോൺസെപ്റ്റ് റിഫ്രാക്ഷൻ നടക്കാതെ, അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ ദ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, അതോടൊപ്പം എൻഡോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, ഓറോ പ്രിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, മിറാഷ്, ലൂമിംഗ് മാതിരിയുള്ള പ്രോസസ്സസ്, നമ്മുടെ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണെന്നുള്ള കാര്യം ഓർക്കുക. സോ വി ക്യാൻ ടേക്ക് ഡി as the answer. When the source and the listener moves in the same direction with a speed equal to half the speed of sound, the change in frequency of the sound is, നമുക്കറിയാം, അങ്ങനെ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്ലർ എഫക്റ്റ്. ആ ഡോപ്ലർ എഫക്റ്റ് സംഭവിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ ഒബ്സർവറും സോഴ്സും തമ്മിൽ there should be a relative motion. അവ തമ്മിൽ ഒരു റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ സോഴ്സും ലിസണറും മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് സ്പീഡിൽ ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ there is no relative motion between them. അതുകൊണ്ട് ഡോപ്ലർ എഫക്റ്റ് അവിടെ ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ ആ ഒറിജിനൽ സോഴ്സിന്റെ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആയിട്ട് പറയാം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബട്ട് സിമ്പിൾ കോൺസെപ്റ്റ്. Two vectors A and B are said to be parallel to each other. നമ്മുടെ ചോയ്സസ് 1 by 1 by ആയിട്ടൊന്ന് ശ്രദ്ധിക്കും. ക്രോസ് പ്രോഡക്റ്റിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ എ ക്രോസ് ബി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പാരലൽ ആണെങ്കിൽ, അപ്പൊ രണ്ട് വെക്ടേഴ്സ്, അപ്പൊ ഇത് എ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഇത് ബി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്താൽ, പാരലൽ ആണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ 0 ആയിട്ട് മാറുകയാണ്. എന്ന് പറയുമ്പോൾ സൈൻ 0 എന്ന് പറയുന്നത് 0 ആയി മാറുമ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് എക്സാക്ട്ലി 0 ആയിട്ട് മാറുന്നത് കൊണ്ട് നമുക്ക് ബി as the ചോയ്സ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 19. ഇവിടെ പറയുന്നത് two protons are kept at a separation of 10 nanometer if Fe and Fn represent electromagnetic force and nuclear force, then നമുക്ക് ഏതാണ് കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? നമ്മൾ സാധാരണ നമ്മുടെ നാച്ചുറലിൽ ഒക്കറിങ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവിടെ വരുന്ന ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. പിന്നെ വരുന്നതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് നമ്മൾ പറയാം. ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയാം. അതില് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്ന ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചും കമ്പയർ ചെയ്യാൻ നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. അത് ആക്ട് ചെയ്യുന്നത് ഒരു ഫെർമിയോളം വരുന്ന ഡിസ്റ്റൻസിൽ മാത്രമാണ്.
ന്യൂക്ലിയസിന് ഉള്ളിൽ മാത്രം നിൽക്കുന്ന കോൺസെപ്റ്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ലോങ് റേഞ്ച് ആണ് എന്നൊരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റിലെ രണ്ട് പ്രോട്ടോണുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 10 നാനോമീറ്റർ ആയിട്ട് മാറുമ്പോൾ അവയുടെ ഡിസ്റ്റൻസ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ കമ്പയർഡ് ടു ഫെർമി. ആ റീജിയണിൽ നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് ഇൻവാലിഡ് ആണ്, 0 ആണ് എന്നൊരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് നമ്മുടെ ന്യൂക്ലിയസ് ഫോഴ്സിനെക്കാളും ആ ഡിസ്റ്റൻസിൽ കൂടുതൽ എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ വിത്തിൻ ദ ന്യൂക്ലിയസ് ആണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ ദ റേഞ്ച് വളരെ വലുതാണ് compared to that one Fermi, and hence we can take that electromagnetic force become the strongest force compared to nuclear force. So SS physics classes ഈ വർഷത്തെ എൻട്രൻസ് പരീക്ഷകളിൽ ഏറ്റവും മികച്ച റാങ്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്രാഷ് പ്രോഗ്രാം അഡ്മിഷൻ സ്റ്റാർട്ടഡ് ആണ്. അതോടൊപ്പം തന്നെ വരുന്ന വർഷത്തെ ബോർഡ് പരീക്ഷയ്ക്ക് സപ്പോർട്ട് നൽകുന്ന ഫിസിക്സ് എൻട്രൻസ്, അതോടൊപ്പം ട്യൂഷൻ ക്ലാസ്സസ് അഡ്മിഷൻ ഇൻ പ്രോഗ്രസ്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം ഈ ഇമെയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. SS ഫിസിക്സ് ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ വഴി നമ്മുടെ നീറ്റ്, KEAM, JEE, കുസാറ്റ് എൻട്രൻസ് പരീക്ഷകൾക്കുള്ള, അതോടൊപ്പം KVPY മാതിരിയുള്ള IIT മാതിരിയുള്ള സ്കോളർഷിപ്പ് എക്സാമുകൾക്കും വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ലഭ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് അയക്കുവാനും ശ്രദ്ധിക്കുക. So an inductor of inductance L and a resistor R are joined in series and connected to a source of frequency W. The power dissipated in the circuit is. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് ഇതൊരു LR സർക്യൂട്ട് ആണ് എന്ന് ഓർക്കുക. ഇപ്പൊ സ്വാഭാവികപരമായിട്ടും അതിന്റെ ഫേസർ ഡയഗ്രാമിനെ പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ സാധാരണ രൂപത്തിൽ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത് along the x-axis ആണ്. റെസിസ്റ്റൻസ് ബേസ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് പൊട്ടൻഷ്യൽ അക്രോസ് R ഈസ് ആക്ടിങ് along x-axis. They are in phase. പക്ഷെ പൊട്ടൻഷ്യൽ അക്രോസ് നമ്മുടെ ഇൻഡക്ടർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ദ മേക്സ് ആൻ ആംഗിൾ ഓഫ് ഫേസ് ഡിഫറൻസ് ഓഫ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഹെഡ് ആണ് വിത്ത് ആൻ ആംഗിൾ 90 ഡിഗ്രി. വെക്ടർ കോൺസെപ്റ്റ് പ്രകാരം നമ്മുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഇതാണ് അവിടുത്തെ റിസൾട്ടന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു VR സ്ക്വയർ പ്ലസ് VL സ്ക്വയർ എന്ന് നമുക്ക് പറയാം. നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ സീരീസ് ആയിട്ടുള്ള ഒരു ഇൻഡക്ടർ റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ കറണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദാറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ഇംപിഡൻസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ I ഇൻറ്റു R ദ ഹോൾ സ്ക്വയർ പ്ലസ് I ഇൻറ്റു ദാറ്റ് XL ദാറ്റ് മച്ച് സ്ക്വയർ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഇസ് എന്ന് പറയുന്നത് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമുക്കിവിടെ വേണ്ടത് നത്തിങ് ബട്ട് അവർ പവർ ഡിസിപ്പേറ്റഡ്. സോ പവർ ഡിസിപ്പേറ്റഡ് എന്ന് പറയുന്നത് IRMS into ERMS into the power factor as cos 5. അവിടെ ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യലിലേക്ക് നമുക്ക് എഴുതുമ്പോൾ IRMS എന്ന് പറയുന്നത് ERMS ഡിവിഷൻ ബൈ ഇംപിഡൻസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയും കോസ് 5 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അവിടുത്തെ കറണ്ടുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ, കൊസൈൻ ഓഫ് ദി ആംഗിൾ എടുക്കുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദാറ്റ് അഡ്ജസന്റ് റെസിസ്റ്റൻസ് ഡിവിഷൻ ബൈ ദാറ്റ് ഹൈപ്പോട്ടനസ് റെസിസ്റ്റൻസ് as Z. അവിടെ ഈ RMS ഇവിടെ നമുക്ക് V ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ V സ്ക്വയർ ഡിവിഷൻ ബൈ Z സ്ക്വയർ ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് എന്നർത്ഥം. നമ്മുടെ ഇസഡിന്റെ വാല്യൂ ഇതാകുമ്പോൾ ഇസഡ് സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get the power as is equal to V square division by R square plus XL is nothing but equal to omega L square
that much into R. So we can take for the question number 21 as the first choice as the answer. അപ്പോൾ എ സിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. സിലിക്കൺ, ഗാലിയം ആർസനൈഡ്, ബാരിയം ടൈറ്റാനൈറ്റ്, ദ കാഡ്മിയം സൾഫൈഡ്. അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ചോയ്സസിനെ അനലൈസ് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടർ എന്നുള്ള ചാപ്റ്ററിലെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറായിട്ട് സിലിക്കൺ മാറുമ്പോൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടറായിട്ട് ഗാലിയം ആർസനൈഡും കാഡ്സനൈഡും കാഡ്മിയം സൾഫൈഡും നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ അല്ലാത്തൊരു എലിമെന്റ് ആയിട്ട് നമുക്ക് സിയെ കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ആൻസർ, ദ ഓഡ് വൺ എമംഗ് ദ ഫോർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. The two nearest harmonics of a tube closed at one end and open at the other end are 200 and 260. What is the fundamental frequency of the system? അപ്പോൾ നമുക്ക് ഒരു ക്ലോസ്ഡ് സിസ്റ്റം നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പോസിബിൾ. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓഡ് ഹാർമോണിക്സ് ആർ പോസിബിൾ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 220 ഹെർട്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ n ടൈംസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ തൊട്ടടുത്ത ഫ്രീക്വൻസി ആയിട്ടുള്ള 260 ഹെർട്സ് എന്ന് പറയുന്നത് ഓഡ് വൺ ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും എന്നിനോടൊപ്പം നമ്മൾ 2 ആഡപ്പ് ചെയ്യണമെന്നുള്ള കോൺസെപ്റ്റ് ഓർമ്മയിരിക്കട്ടെ. അപ്പൊ ഇതാണ് നമുക്ക് സൊല്യൂഷനിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ 22/26 എന്ന് പറയുന്നത് n ഡിവിഷൻ ബൈ n പ്ലസ് 2 ആയിട്ട് നമുക്ക് എഴുതാം. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 ഡിവിഷൻ ബൈ 13 ഈസ് ഈക്വൽ ടു n ബൈ n പ്ലസ് 2. On crossing you can write as 11n plus 22 is equal to 13n. That means 2n is equal to 22 and n is equal to 11. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റിലേക്ക് നമ്മളൊന്ന് റെപ്രസെന്റ് ചെയ്താൽ f0 എന്ന് പറയുന്നത് 220 division by 11. So that is equal to 20 hertz and you get that B as the choice. So we can go with the question number 24. If a stone and a pencil are dropped simultaneously in vacuum from the top of a tower, which of the two will reach the ground first? നമുക്കറിയാം ടൈം ഓഫ് ഡിസെന്റ് എന്ന സെൻസ് വി ക്യാൻ യൂസ് ദ റിലേഷൻ ആസ് 2h division by g. അപ്പൊ ഇവിടെ വാക്വം എന്നൊരു കോൺസെപ്റ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ അത്രസ്റ്റ് മാതിരിയുള്ള ഡീഗ്രേഡിംഗ് ഫാക്ടേഴ്സ് അവിടെ ഇല്ല, ഉള്ളി ഗ്രാവിറ്റി മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എച്ചിനെയും ജിയെയും. അത് രണ്ടും ഈ പറഞ്ഞ രണ്ട് ബോഡിക്കും സെയിം ആയതുകൊണ്ട് വി ക്യാൻ ടേക്ക് ദാറ്റ് സി as the correct answer. So we can move with the next one. A conductor AB R carries a current I in a magnetic field B. The force on the conductor F is, നമുക്കറിയാം that F is nothing but equal to that I into that R cross B. So that is a very important concept. അവിടെ R എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ആണെന്നുള്ള കോൺസെപ്റ്റ് ഓർക്കുക. ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കുവാൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാമെന്നുള്ള കോൺസെപ്റ്റ് മനസ്സിൽ ഓർക്കുക. സോ ഹിയർ വി ക്യാൻ ടേക്ക് ഫോർ 25 B as the answer. So we can move to the next one as question number 26. Three small identical spheres having charges. So നമുക്കതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് Q1, Q2, Q3 ആയിട്ട് പറയാം. Are brought in contact and then separated. അപ്പൊ അവർ മൂന്നുപേരെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്കറിയാം ഒരേ ഡയമെൻഷൻ ഉള്ള ഒരേ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ചാർജസ് ആയതുകൊണ്ട് തന്നെ അവയുടെ ആവറേജ് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം as Q1 plus Q2 plus Q3 division by 3. Therefore the total charge becomes equal to minus 8.4 minus 7.2 plus 0.6 that much into 10 to the power of minus 16, that division by 3. So that is equal to minus 15 by 3 into 10 to the power of minus 16. So that is equal to minus 5 into 10 to the power of 16 coulomb. You know, by using the quantization principle,
the Q is equal to N into E, and we can easily find the value for N is equal to Q division by E, that is minus 5 into 10 to the power of minus 16, that division by 1.6 into 10 to the power of minus 19. Electronic charge നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ we get the answer as is equal to 3125. That means our answer become the second choice. So we can go with the number 27. Nichrome wire has been used as a heating element because of its. അപ്പോൾ ഹീറ്റിംഗ് എലിമെന്റ് ആയിട്ട് മാറ്റണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ കൂടിയിരിക്കണം എന്നുള്ളതും അതോടൊപ്പം പെട്ടെന്ന് ചൂടായി ടെമ്പറേച്ചർ ഉയരണമെന്നുണ്ടെങ്കിൽ ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസും അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയും ഉണ്ടായിരിക്കണമെന്നുള്ള കോൺസെപ്റ്റ് മനസ്സിൽ ഓർക്കുക. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് ഡി ആസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Number 28. The torque on a rectangular coil placed in an uniform magnetic field is large. നമുക്കറിയാം tau is nothing but equal to m cross b. In magnitude we can say that mv sin theta. ഒരു കോയിലിനെ ബേസ് ചെയ്ത് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു NIA. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ടോർക്ക് കൂടണമെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂടണം എന്നുള്ള കോൺസെപ്റ്റ് ദാറ്റ് ഈസ് കീപ് ഇൻ മൈൻഡ്. അപ്പൊ അവിടെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അപ്പൊ എ ഇസ് ദ മോസ്റ്റ് കറക്റ്റ് ആൻസർ. അവിടെ ആണെന്ന് പറയുന്നു, നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. പിന്നെ വരുന്നത് പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ് എന്ന്. പക്ഷെ നമുക്ക് വേണ്ടത് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അവന്റെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. ഇവിടെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡ് 90 ആണ്, പക്ഷെ ഏരിയ വെക്ടർ ബിയും തമ്മിൽ തീറ്റ 0 ആണ്. അങ്ങനെ വരുമ്പോൾ ടോർക്ക് അവിടെ 0 ആയി മാറും. നമുക്ക് മാക്സിമം സോ ദ ഫസ്റ്റ് ചോയ്സ് എ ആസ് ദി ആൻസർ. When a moving coil galvanometer is shunted with a resistance of 30 ohm, then its deflection is reduced to half. സാധാരണ രൂപത്തിൽ ഒരു ഗാൽവനോമീറ്ററിലൂടെ പോകുമ്പോൾ അവന് ഫുൾ ഡിഫ്ലക്ഷന് വേണ്ട കറണ്ട് IG ആണെന്നിരിക്കട്ടെ. അപ്പോൾ അവനെ നമ്മൾ ഗാൽവനോമീറ്ററിന് പാരലായിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് എക്സാക്ട്ലി പകുതിയാണെങ്കിൽ ആ ഷണ്ടിലൂടെ കടന്നു പോകുന്നതും എക്സാക്ട്ലി പകുതിയാണെന്നല്ലേ അർത്ഥമാക്കേണ്ടത്? യെസ്, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കോൺസെപ്റ്റ് ഓർക്കുക. അപ്പോ എക്സാക്ട് പകുതി വീതം പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത ഷണ്ടിന്റെ അതേ റെസിസ്റ്റൻസ് ആകണ്ടേ ഗാൽവനോമീറ്റർ? എന്നാലല്ലേ ഈക്വൽ ആയിട്ടുള്ള കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യൂ. സോ എക്സാക്ട്ലി നമുക്ക് പറയാം ദാറ്റ് ഈസ് 30 ohm. ദാറ്റ് മീൻസ് D is the answer. Canal rays were discovered by. നമുക്കറിയാം ഡിസ്ചാർജ്ഡ് ട്യൂബുമായി ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള അയോണുകളുടെ മൂവ്മെന്റ് അവയാണ് കനാൽ റേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അത് ഗോൾഡ്സ്റ്റൈൻ ആണ് കണ്ടുപിടിച്ചത് എന്നുള്ള കോൺസെപ്റ്റ് ഓർക്കുക. സോ ഡിയർ സ്റ്റുഡൻസ്, കുസാറ്റ് എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന, അപ്പൊ ഫിസിക്സ് തന്നെ 75 ക്വസ്റ്റ്യൻസ് ആണ്, 50 ക്വസ്റ്റ്യനോളം കെമിസ്ട്രി ആണ്, 125 ക്വസ്റ്റ്യനോളം മാത്തമാറ്റിക്സ്. അത് ഒരുമിച്ച് ആണ് എക്സാമിന് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ 3 മണിക്കൂറിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യനുകൾ ഒരുമിച്ച് ചേർക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കടമ്പ തന്നെയാണ്. പക്ഷേ എക്സ്പീരിയൻസ് കൊണ്ടും എളുപ്പമുള്ള ക്വസ്റ്റ്യനുകൾ ആദ്യമേ ചകഞ്ഞെടുത്ത് ചെയ്യുക വഴി നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് എത്തുവാൻ പറ്റും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക.